അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹമദ് ടൗൺ KMCC-യുടെ ധീരരായ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട ജലീൽ സാഹിബ്, അസനാർ സാഹിബ്, ഹമീദ ജിക്ക, അതുപോലെ തന്നെ ഹമദ് ടൗണിലെ ഈ പരിപാടിയുടെ സ്വാഗത പ്രസംഗകൻ, സ്വാഗത സംഘ ചെയർമാൻ അഷ്റഫ് സാഹിബ്, ഷമീർ, ഷാജഹാൻ, സംസ്ഥയുടെ ബഹുമാന്യനായ പ്രതിനിധി, സഹോദരന്മാരെ, പ്രിയപ്പെട്ട ബഷീർ സാഹിബ്, അദ്ദേഹം നിങ്ങളെ നാളെയും അഭിസംബോധന ചെയ്യാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേൾക്കണമെന്ന് വിചാരിച്ചെങ്കിലും അദ്ദേഹം വളരെ ചുരുക്കുകയായിരുന്നു. കേരളത്തിലെ പ്രഗത്ഭനായ മുസ്ലിം ലീഗിന്റെ പ്രചാരകനും എന്റെ സഹപ്രവർത്തകനും കൂടിയായ ബഷീർ നാളെയും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു എന്നറിയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഒരുപക്ഷെ സംസ്ഥാന KMCC നടത്തുന്ന ഒരു പരിപാടിക്ക് തുല്യമായി ഗംഭീരമായി തന്നെയാണ് ഹമദ് ടൗണിലെ പ്രവർത്തകന്മാർ ഈ പ്രൗഢഗംഭീരമായ പരിപാടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബഹ്റൈനിലെ KMCC-യുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ, ദൈനംദിനം KMCC നടത്തുന്ന മുസ്ലിം ലീഗിന് കരുത്തു പകരുന്ന പ്രവർത്തനങ്ങളുടെ മികവ് തന്നെയാണ് അതിന്റെ ഏരിയ കമ്മിറ്റികൾ പോലും വളരെ ഊർജ്ജസ്വലമായും സജീവമായും മാതൃകാപരമായും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ബഷീർ വളരെ ഹ്രസ്വമാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു സംസ്കാരമാണ്. ഒരു സംസ്കാരമാണ്. ഒരു പാർട്ടി എന്നതിനും സംഘടനാപരമായ അതിന്റെ സ്ട്രക്ചറുകൾക്കുമപ്പുറം ഒരാശയമാണ്. ആ ആശയം ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് അതിന്റെ ഏത് കോണിലും മുസ്ലിം ലീഗ് ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതൊരു കൊടിയായും ഒരു പാർട്ടിയായുമല്ല, അതൊരു ചിന്തയായി, അതൊരു ധാരണയായി, അതൊരു ഐഡിയോളജിയായി മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, ഒരുപക്ഷെ മാനവീയം എന്ന് നിങ്ങൾ പേരിട്ടതുപോലെ മാനുഷികതയെ സ്നേഹിക്കുന്നവരെ, അവർക്കിടയിൽ സങ്കടപ്പെടുന്നവന്റെ ഒരു കൈത്താങ്ങായി, പ്രയാസപ്പെടുന്നവന്റെ ഒരു കരുത്തായി, അല്ലെങ്കിൽ ഒരു സാന്ത്വനമായി, അവിടെ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒന്നുണ്ടാവുക എന്നത് ഒരുപക്ഷെ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ജനങ്ങൾക്കിടയിലുള്ള ഒരു സാന്നിധ്യമാണ്. എല്ലായ്പ്പോഴും ഞാൻ പറയാറുണ്ട്, മുസ്ലിം ലീഗിന്റെ വർത്തമാനത്തെ നമ്മൾ ഇത്തിരി മാറ്റിവെച്ച് ലീഗിന്റെ ചരിത്രത്തെക്കുറിച്ച് പരിശോധിച്ചാൽ വർത്തമാനം നമ്മൾ അനുഭവിക്കുകയും നമ്മൾ ആസ്വദിക്കുകയും നമ്മൾ നേരിട്ട് കാണുകയും ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾക്കൊരു പക്ഷേ അത്രമേൽ പരിചിതമല്ലാത്ത ഒരു ചരിത്രവും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്കുണ്ടാകാം. നമ്മുടെ പ്രായം കൊണ്ടാവാം, അനുഭവത്തിന്റെ കുറവ് കൊണ്ടായിരിക്കാം, പലതരത്തിൽ. മുസ്ലിം ലീഗ് ചരിത്രത്തെ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, മുസ്ലിം ലീഗിന്റെ ചരിത്രഘട്ടത്തെ രണ്ടു ഘട്ടമായി വേർതിരിക്കാനാണ്. അതിലൊന്ന് CH മുഹമ്മദ് കോയ സാഹിബിന്റെ കാലമാണ്. മറ്റൊന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലമാണ്.
രണ്ട് കാലത്തിനും രണ്ട് രീതിയും രണ്ട് ചരിത്രവും രണ്ട് പശ്ചാത്തലവുമുണ്ട്. CH മുഹമ്മദ് കോയ സാഹിബിന്റെ കാലം എന്ന് പറയുന്നത് മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും ഒക്കെ അടങ്ങുന്ന മഹാനായ സീതി സാഹിബിന്റെ ആശയങ്ങളെ പ്രയോഗവൽക്കരിച്ച നേതാവാണ് CH മുഹമ്മദ് കോയ സാഹിബ്. CHന്റെ കാലം എന്ന് പറയുന്നത് നിരക്ഷരരായ അതിവൈകാരികത കൈമുതലാക്കിയിട്ടുള്ള ഒരു ജനതയുടെ കാലമാണ്. CH മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയവും സംസ്കരിച്ചെടുത്ത് വിദ്യാസമ്പന്നരാക്കി മാറ്റിയ വളരെ ക്വാളിഫൈഡായ രണ്ടാമത്തെ തലമുറയെയാണ് ശിഹാബ് തങ്ങൾ പ്രതിനിധീകരിച്ചത്. രണ്ട് തലമുറയോടും ലീഗ് സമീപിച്ചത് എങ്ങനെയാണ്? മുസ്ലിം ലീഗിനെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ലീഗിനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ വാട്സാപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും മുസ്ലിം ലീഗിന്റെ പ്രചാരണങ്ങൾ ഏറ്റെടുക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ, KMCCയുടെ പ്രവർത്തകന്മാർ, ഞാൻ അവരോട് പറയുന്നത് രണ്ടു ഘട്ടത്തെ എങ്ങനെയാണ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. CH മുഹമ്മദ് കോയ സാഹിബ് അഭിമുഖീകരിക്കുന്നത് 921 അതിവൈകാരികത കൈമുതലാക്കിയ ഒരു ജനതയെയാണ്. വൈകാരികമായി മാത്രം കാര്യങ്ങളെ കണ്ടിരുന്ന ഒരു ജനതയെ. ആ ജനതയുടെ മുമ്പിലേക്കാണ് CH തന്റെ പ്രൗഢഗംഭീരമായ പ്രസംഗവും അതിലേറെ ചാതുരതയാർന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി അദ്ദേഹം വന്നത്. CH ഒരു വ്യക്തിയായിരുന്നില്ല. CH മഹാന്മാരായ നേതാക്കന്മാരുടെ ആശയങ്ങളെ പ്രയോഗവൽക്കരിച്ച ഒരു ദൗത്യമായിരുന്നു CH. സീതി സാഹിബിന്റെ സ്വപ്നങ്ങളാണ് CH, സീതി സാഹിബിന്റെ ആശയങ്ങളാണ് CH മുഹമ്മദ് കോയ സാഹിബിന്റെ ജീവിതം എന്ന് പറയുന്നത്. ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും ഖായിദ് മില്ലത്തിന്റെയും ഒക്കെ പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് CH എന്ന് പറയുന്ന ഒരു ദൗത്യമായി നമ്മളുടെ മുമ്പിൽ അവതരിച്ചിരുന്നത്. പലരും നമ്മുടെ കുട്ടികളോട്, ചെറുപ്പക്കാരനെ വഴിപടപ്പിക്കാൻ വരുന്നവർ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മുസ്ലിം ലീഗുകാർ ആത്മസംയമനത്തിന്റെ ആളുകളാണ്, നിങ്ങൾ ചെറുപ്പക്കാരന്റെ വികാരത്തെ തല്ലിക്കെടുത്തുന്നവരാണ്, നിങ്ങൾ വൈകാരികമായി ആരോടും സംസാരിക്കാത്തവരാണ്. ഞാൻ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരു ജനതയുടെ വികാരത്തെ തല്ലിക്കെടുത്തിയിട്ടില്ല. ഒരു ജനതയോടും അവന്റെ വികാരത്തെ തണുപ്പിക്കാൻ മുസ്ലിം ലീഗ് പരിശ്രമിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് ഒരുപക്ഷെ ജനതയുടെ വികാരത്തിന്റെ മുകളിൽ അതിനേക്കാൾ വലിയ വികാരത്തോടുകൂടി അവരെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അവന്റെ വൈകാരികതയെ CH അടക്കമുള്ളവർ മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ വികാരത്തെ രാജ്യത്തിന്റെയും സമുദായത്തിന്റെയും നാശത്തിന് വേണ്ടി ലീഗ് വിനിയോഗിച്ചിട്ടില്ല. ആ വികാരത്തെ ചാനലൈസ് ചെയ്ത് ആ വികാരത്തെ വഴിതിരിച്ചുവിട്ട് കൺസ്ട്രക്റ്റീവാക്കി മാറ്റിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. അതിമനോഹരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. എന്റെ നേതാക്കന്മാർ പ്രസംഗിച്ച് കേട്ട അനുഭവം എനിക്കുണ്ട്. യൂത്ത് ലീഗുകാർ നിങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം CHനെ കാണാൻ ഭാഗ്യമുണ്ടായ, അതിന് മാത്രം ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. CHന്റെ മനോഹരമായ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. CH മുഹമ്മദ് കോയ സാഹിബിന്റെ ആ മനോഹരമായ കാലങ്ങളിൽ ജീവിക്കാൻ പുതിയ തലമുറയിൽ നമുക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ നേതാക്കന്മാർ പറഞ്ഞിട്ട് എനിക്കറിയാം. CH പ്രസംഗിക്കുമ്പോൾ ഒരിക്കൽ ബാബു പോളിന്റെ ഒരു വർത്തമാനം എനിക്ക് ഓർമ്മയുണ്ട്. CH പ്രസംഗിക്കുമ്പോൾ ആളുകൾ ഒരുതരം ഹിസ്റ്റീരിയ മാനിയാക്കായിട്ടാണ് CHന്റെ പ്രസംഗം കേൾക്കുകയെന്നാണ്. വികാരഭരിതമായി CH പ്രസംഗിക്കുമ്പോൾ തള്ളവിരലിലാണ് അന്നത്തെ ചെറുപ്പക്കാർ മലബാറിലെ മാപ്പിളമാർ നിന്നിരുന്നത് എന്നാണ്. വികാരം കൊണ്ടിങ്ങനെ ഒരുതരം കുന്തമുനയിൽ നിൽക്കുന്നത് പോലെ. CHന്റെ ബക്കുട്ടിയുടെ, ചേക്കുട്ടിയുടെ, ആലി മുസ്ലിയാരുടെ, ചെമ്പൻ പോക്കരുടെ കഥ പറയുമ്പോൾ അവരാർത്തലക്കുമായിരുന്നു. 21 ഒരു ജനതയുടെ വികാരത്തിന്റെ മുകളിൽ CH പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. അവരോട് പറഞ്ഞു, ഇത് നിന്റെ മണ്ണാണ്, നിന്നോട് ഈ മണ്ണിൽ നിന്ന് പോകണമെന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? നിന്റെ പിതാവിന്റെ ചോര കൊണ്ടാണ് ഈ മണ്ണ്, ഒരു കാലത്ത് അവന്റെ ചോര കൊണ്ട് ജലസേചനം നടത്തിയ മണ്ണാണിത്. നിന്റെ പിതാവിന്റെ ചോരയുടെ മണമുണ്ട് ഈ മണ്ണിന്. ഇത് നിന്റെ മണ്ണാണ്, നിന്നോട് പുറത്തു പോകാൻ പറയാൻ ധൈര്യമില്ല ഒരാൾക്കും എന്ന് CH പ്രസംഗിക്കുമ്പോ തലയിലെ കെട്ട് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞ് ആർത്തലക്കുമായിരുന്നു ഒരു ജനത. വികാരം കൊള്ളുമായിരുന്നു ഒരു ജനത. അമ്പിച്ച ശബ്ദങ്ങൾ കൊണ്ട് CHന്റെ പ്രസംഗത്തെ അവർ പലപ്പോഴും തടസ്സപ്പെടുത്തുമായിരുന്നു. കാരണം അവർക്ക് അവരുടെ വികാര പ്രകടനത്തിന്റെ വിഭ്രാന്തിയിലായിരുന്നു ഒരു ജനത ഉണ്ടായിരുന്നത്. CH അവരോട് പറഞ്ഞു, അതിഗൗരവത്തോടെ
അതിതീവ്രമായ ശബ്ദത്തിൽ സീയത്ത് അവരോട് സംസാരിച്ചു. മാപ്പിളയുടെ പുറത്തു നിന്നല്ല, മാപ്പിളയുടെ ഹൃദയത്തിനകത്തു കയറിയാണ് സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബ് തന്റെ പ്രസംഗം നടത്തിയത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കെ സി.എച്ച്. അവന്റെ അരയിൽ നിന്ന് പതുക്കെ അവന്റെ കത്തി സി.എച്ച്. പിടിച്ചു വാങ്ങി. 921 വികാരത്തിന്റെ കത്തി മാപ്പിളയുടെ അരപ്പട്ടയിൽ ഉണ്ടായിരുന്നു. മലപ്പുറത്ത് ഒരു മുസ്ലിമിനെ ചിത്രീകരിക്കുമ്പോ ഒരു 10-15 കൊല്ലം വരെ ആ കത്തിയില്ലാത്ത മാപ്പിള ഉണ്ടായിരുന്നില്ല. അവന്റെ കയ്യിൽ നിന്ന് ആ കത്തി പതുക്കെ പിടിച്ചു വാങ്ങി. സി.എച്ച്. ആ കത്തി ഒരു ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയി, ഒരു കൊല്ലന്റെ ആലയിൽ കൊണ്ടുപോയി. ആ കത്തി കൊണ്ട് നല്ല സ്പാനർ ഉണ്ടാക്കി, ആ കത്തി കൊണ്ട് നല്ല സ്ക്രൂ ഡ്രൈവർ ഉണ്ടാക്കി. എന്നിട്ട് അവന്റെ കയ്യിൽ കൊടുത്തു. അവനെ ഒരു സമുദായത്തെ സി.എച്ച്. ഇൻഡസ്ട്രിയലൈസ് ചെയ്തു. അവനെ വ്യാവസായികമായി വളർത്തി. ആ കത്തി കൊണ്ട് കുത്തുകയല്ല, ആ കത്തിയുടെ അതേ ഇരുമ്പ് കൊണ്ട് അവന്റെ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ കൊടുത്ത്, സ്പാനർ കൊടുത്ത് അവനെ ക്രിയേറ്റീവാക്കി മാറ്റി സി.എച്ച്. മുഹമ്മദ് കോയ. സി.എച്ച്. ഒരു ജനതയെ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെയാണ്. അക്ഷരജ്ഞാനമില്ലാത്ത ജനതയുടെ മുമ്പിൽ അവർക്ക് സ്കൂളുകൾ കൊടുത്തു, കോളേജുകൾ കൊടുത്തു, യൂണിവേഴ്സിറ്റികൾ കൊടുത്തു. സി.എച്ച്. അവരെ അങ്ങനെ മഹാനായ ഫൂക്കോയ തങ്ങളുടെ അവസാനത്തെ പ്രസംഗം, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാനത്തെ കുത്തുബത്തുൽ വിദാ എന്ന് പറയാവുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം കാഞ്ഞങ്ങാട് വെച്ച ഫൂക്കോയ തങ്ങൾ സമുദായത്തോട് പറഞ്ഞു, സമുദായമേ, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പെൺകുട്ടികളെ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണം. അതിനുശേഷം മഹാനായ ഫൂക്കോയ തങ്ങൾ ഒരു പൊതുവേദിയിൽ സമുദായത്തെ അഭിമുഖീകരിച്ചിട്ടില്ല. ഒരു വസിയത്ത് പോലെയാണ്, നിന്റെ പെൺകുട്ടിയെ നീ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണം. ഫൂക്കോയ തങ്ങളുടെ വസിയത്ത് ഏറ്റെടുത്തത് സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബാണ്. ആ പെൺകുട്ടികളെ, ആ ചെറുപ്പക്കാരെ, ആ തലമുറയെ സി.എച്ച്. പഠിപ്പിച്ചു. അവർ സ്കൂൾ കൊടുത്തു, കോളേജ് കൊടുത്തു, അവർക്ക് യൂണിവേഴ്സിറ്റികൾ കൊടുത്തു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴും ആവർത്തിക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്കറിയുമോ, ലോകത്തിന്റെ മുഴുവൻ ശാസ്ത്രവും മോഡേൺ എക്യുപ്മെന്റ്സുകൾ വെച്ച് ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുകയാണ്, താരാപഥങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്, നക്ഷത്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്, ചൊവ്വയിലേക്ക് ആളുകളെ പറഞ്ഞേക്കുകയാണ്, മംഗൾയാൻ ദൗത്യവുമായി പോവുകയാണ്. ലോകത്തിന്റെ ശാസ്ത്രം കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ്. മലപ്പുറത്തിന്റെ ഒരു ഗ്രാമത്തിൽ നിന്ന് നെസ്ലിൻ നീലങ്ങാടൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ലോകത്തോട് പറഞ്ഞത്, നിങ്ങൾ ആരും കാണാത്ത ഒരു നക്ഷത്രമുണ്ട്. ലോകത്തിന് എത്ര വയസ്സായ എന്റെ സഹോദരന്മാരെ, ശാസ്ത്രത്തിന് എത്ര കണ്ണുകളുണ്ട് എന്റെ സഹോദരന്മാരെ. എന്നിട്ടാണ് ഒരു പെൺകുട്ടി മലപ്പുറത്ത് നിന്ന് ലോകത്തിന്റെ ശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ കാണാത്ത ഒരു നക്ഷത്രം മലപ്പുറത്തിന്റെ ഗ്രാമത്തിൽ നിന്ന് ഇതാ നസ്ലിൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ശാസ്ത്രം അത്ഭുതത്തോടു കൂടിയാണ് ആ നക്ഷത്രത്തെ നോക്കിയത്. നക്ഷത്രത്തിന്റെ പേര് ഇന്ന് നസ്ലിൻ എന്നാണ്. പ്രായം കൊണ്ട് ഒരുപക്ഷെ നസ്ലിൻ നീലങ്ങാടൻ എന്ന് പറയുന്നത് സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബിന്റെ പേരക്കുട്ടിയായി വരണം. മലബാറിൽ ഏത് കോളേജിൽ പോയാലും കോളേജ് യൂണിയൻ പരിപാടികൾക്കൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഒരു നിര മുഴുവൻ പെൺകുട്ടികളാണ്, അതിൽ ഏറെയും മുസ്ലിം പെൺകുട്ടികളാണ്. ഫാറൂഖ് കോളേജിൽ പോയാൽ 84% പെൺകുട്ടികൾ, സർ സയ്യിദ് കോളേജിൽ പോയാൽ 79% പെൺകുട്ടികൾ. എല്ലായിടത്തും പഠിച്ചു വരുന്നു. 3,80,00,000 വാങ്ങുന്ന കേരളത്തിലെ ഒരു പെൺകുട്ടിയുടെ പേര് സൗദ എന്നാണ്. ആ പെൺകുട്ടിയുടെ പ്രായവും സി.എച്ചിന്റെ പേരക്കുട്ടിയാവാനാണ്. എന്തു വിപ്ലവമാണ് സ്നേഹമുള്ളവരെ സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബ് ഒരു തലമുറയിൽ നടത്തിയത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഒരു ചോദ്യ പേപ്പറിലെ ചോദ്യമൊന്നു തിരുത്താൻ ഒരു അധ്യാപകന്റെ കൈവിട്ടേണ്ടി വന്നു ചിലർക്ക്. ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, അതിന്റെ ഉത്തരമല്ല, ചോദ്യവും ഉത്തരവുമുള്ള പുസ്തകമല്ല, സിലബസ് അല്ല. യൂണിവേഴ്സിറ്റികൾ നിർമ്മിക്കാൻ രാജ്യത്തെ ഒരു കൊതുകിന്റെ ചോര പോലും ചിന്തിയിട്ടില്ല സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും. അവിടെ വ്യത്യാസം, അവിടെ ലീഗുമായുള്ള മറ്റുള്ളവരുടെ പ്രസ്ഥാനങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു. വിദ്യാഭ്യാസപരമായി അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. ഔന്നത്യത്തിന്റെ എല്ലാ പടവുകളും ആ തലമുറ ഒരുപാട് ഉയരങ്ങളിലേക്ക് ആ തലമുറ പോയി. നിങ്ങൾ പരിശോധിക്കേണ്ടത് ഒരു ജനതയെ. എന്നോട് പലപ്പോഴും പലയിടത്തും ചെന്നപ്പോ പലരും പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ട്. ഇന്ന് ഒരു മുസ്ലിം പെൺകുട്ടികളോ അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബമോ അഭിമുഖീകരിക്കുന്നതിൽ ഒരു പ്രശ്നം എന്താണ്? നമ്മുടെ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി കുഫു ഒത്തിട്ട് പെൺകുട്ടികളെ കിട്ടണില്ല. ആൺകുട്ടികൾ ഒരു 10-20 വയസ്സാകുമ്പോൾ ബാപ്പാന്റെ കൂടെ പാസ്പോർട്ട് എടുത്ത് വേറെ ഗൾഫിൽ വരും. പെൺകുട്ടികൾ നാട്ടിലിരുന്ന് പഠിക്കുകയാണ്. 11-12 ലക്ഷം ഉറുപ്പിക കിട്ടുന്ന ഒരു MSFകാരിക്ക് ഒരു അവാർഡ് കൊടുത്തു ഞാൻ.
അവിടുത്തെ ഒരു കമ്മിറ്റി കൊടുത്ത അവാർഡ് ഞാനായിരുന്നു കൊടുത്തത്. ഞാൻ കൊടുത്ത അവാർഡല്ല, ഒരു കമ്മിറ്റിയുടെ അവാർഡ്. ഒരിക്കലും ട്രെയിനിൽ വെച്ച് ആ കുട്ടിയുടെ വാപ്പയെ കണ്ടപ്പോൾ വാപ്പ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു മോൾ എങ്ങനെയാണ്? അവളിപ്പം വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, അതിനേക്കാൾ ശമ്പളമുണ്ട്. ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, പുതിയാപ്പിള കിട്ടുന്നില്ല, മിനിമം ഒരു 10 ലക്ഷങ്ങളും കിട്ടുന്ന ഒരു പുതിയാപ്പിള വേണ്ടേ? നിങ്ങൾ ചോദിക്കേണ്ടത് 10ാം ക്ലാസ് വരെയെങ്കിലും മക്കളെ പഠിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്തു പോയ പൂക്കോയ തങ്ങളുടെ സമുദായമാണിത്. ആ സമുദായത്തെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയുടെ തണലിൽ വളർത്തി വലുതാക്കിയത്. ഞാൻ പറയട്ടെ, എന്തു ചെയ്തു ലീഗ് എന്ന് ചോദിക്കുന്നില്ലേ? ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് മുളച്ച ചില തവരകൾ ചോദിക്കാറില്ലേ? എന്താ ലീഗ് ഉണ്ടാക്കിയത്? കേരളത്തിൽ ഒരു ജനതയുടെ വികാരം കൊണ്ട് ബോംബിടനം ഉണ്ടാക്കുകയല്ല, ബോംബുകൾ ഉണ്ടാക്കുകയല്ല. അവന്റെ വികാരത്തെ ചാനലൈസ് ചെയ്ത് കോളേജ് ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, പള്ളികൾ ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി ഒരു ജനതക്ക് ആത്മവിശ്വാസത്തിന്റെ കരുത്ത് കൊടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. CH മുഹമ്മദ് കോയ സാഹിബ് നയിച്ച ഒരു ജനത അക്ഷരജ്ഞാനമില്ലാത്ത ജനതയായിരുന്നു. ആ ജനതയെയാണ് CHന്റെ ജനതയെയാണ് CH പഠിപ്പിച്ച് വിവരമുള്ളവരാക്കി ശിഹാബ് തങ്ങൾ ഏറ്റെടുക്കുന്നത്. ചരിത്രത്തിന്റെ 2ാമത്തെ ഘട്ടമാണത്. 921 അതിവൈകാരികത കൈമുതലാക്കിയ ജനത പഠിച്ചു വിവരമുള്ളവരായി, വിദ്യാഭ്യാസമുള്ളവരായി. അവരെ ഏറ്റെടുക്കാൻ ഓക്സ്ഫോർഡിൽ ഇംഗ്ലീഷിനെ പോലും വെല്ലാവുന്ന വിധത്തിൽ അതിമനോഹരമായി ഭാഷാ നൈപുണ്യമുള്ള, സുന്ദരമായ അറബി പറയുന്ന, അലദറിൽ നിന്ന് ഉന്നത ബിരുദമെടുത്ത മഹാനായ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുത്തു. ശിഹാബ് തങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളി ഒരു ജനതയുടെ വിദ്യാഭ്യാസമായിരുന്നില്ല, മറിച്ചോ വിദ്യാഭ്യാസമുള്ള ജനത ഒരുപക്ഷേ വിദ്യാഭ്യാസമില്ലാത്ത അതിവൈകാരിക ജനതക്കാൾ കൂടുതൽ മറ്റൊരു തരത്തിൽ വൈകാരികമായി ചിന്തിക്കുന്നതായി. ശിഹാബ് തങ്ങൾ ഈ തലമുറ ഏറ്റെടുക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ, എഞ്ചിനീയറിംഗിൽ ഗോൾഡ് വിന്നറായ ഒരു ചെറുപ്പക്കാരൻ ട്വിൻ ടവർ തകർക്കാൻ അയാൾ പോകുന്നത് നമ്മൾ കണ്ടു. വിമാനം പറപ്പിച്ച് നിരവധി ആളുകളെ കൊന്നൊടുക്കുന്ന ട്വിൻ ടവർ ദുരന്തമുണ്ടായി. അയാൾ എഞ്ചിനീയറിംഗിൽ ഗോൾഡ് വിന്നറാണ്.